Hi friends, welcome to Garam Masala, the magic spices of cooking. തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി. ഇന്ന് നമുക്ക് തലശ്ശേരി സ്റ്റൈലിൽ ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അതിനായി ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കാഷ്യൂ നട്ട്സ്, റൈസൻസ് ഇവ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ദം ചെയ്യേണ്ട പാത്രത്തിലാണ് മസാല റെഡിയാക്കേണ്ടത്. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിക്കണം. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ആയതിനു ശേഷം ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിന് മുകളിലായി പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് വെന്തു പോകരുതേ. നമ്മുടെ ചിക്കൻ വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില, കറിവേപ്പില ഇവ കൂടെ ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ തൈര്, കാഷ്യൂ നട്ട് പേസ്റ്റ് ഇവ കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി റൈസ് റെഡിയാക്കാം. അതിനായി പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, 1 സവാള ഇവ കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് ചേർക്കണം. ഇതൊരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൈസ് വേറിട്ട് നിൽക്കും. ഇനി നമുക്ക് ഇതിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ റൈസിന് നല്ലൊരു ചിക്കൻ ഫ്ലേവർ നൽകും. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലോട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള സവാള, മല്ലിയില, പുതിനയില ഇവ സ്പ്രിങ്കിൾ ചെയ്യണം. ഇതിന് മുകളിലായി പകുതി റൈസ് ചേർക്കാം. ഇനി അതിൻ്റെ മുകളിലായി മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്തിട്ടുള്ള ഓനിയൻസ്, കാഷ്യൂ നട്ട്സ്, റൈസൻസ് ഇവ കൂടെ ചേർക്കണം. ഇനി ഇതിൻ്റെ മുകളിലായി ബാക്കിയുള്ള റൈസ് കൂടെ ചേർക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ഓനിയൻസും കാഷ്യൂ നട്ട്സും റൈസൻസും എല്ലാം സ്പ്രിങ്കിൾ ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അടുത്തതായി പാലിൽ കലക്കി വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവ്, റോസ് വാട്ടർ ഇവ കൂടെ ഓരോ ടേബിൾ സ്പൂൺ ഒഴിക്കണം. മൈദമാവ് ഉപയോഗിച്ച് നമുക്ക് ഈ പാൻ സീൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി കനൽ സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. ബിരിയാണി സെർവ് ചെയ്യാൻ വേണ്ടി ആദ്യം 2 പീസ് ചിക്കൻ മസാലയുടെ കൂടെ സെർവിങ് ബൗളിലോട്ട് വയ്ക്കാം. അതിനുശേഷം റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഇതിനായി ഫ്രൈ ചെയ്തിട്ടുള്ള സവാള, കാഷ്യൂ നട്ട്സ്, റൈസൻസ്, മല്ലിയില ഇവ ഉപയോഗിക്കാം. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.